ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ദേവും അരുണും തമ്മിൽ പ്രണയത്തിലാണല്ലോ. ഈ വിവരം നമ്മുടെ സച്ചി അറിയുമ്പോഴുണ്ടാവുന്ന റിയാക്ഷനാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സച്ചി മാത്രമല്ല, രേവതിയും കൂടി അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സത്യത്തിൽ ദേവുവിന് ഒരാളെ ഇഷ്ടമാണെന്നുള്ള കാര്യം രേവതിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആരാണെന്നോ ഏതാളാണെന്നോ ഒന്നും രേവതിയോട് പറഞ്ഞിട്ടില്ല. സമയമാകുമ്പോൾ രേവതി ചേച്ചിക്ക് കാണിച്ചു തരാമെന്നാണ് ദേവു പറഞ്ഞിരിക്കുന്നത്. വേറെ ആരോടും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട് ദേവു. പക്ഷെ നമ്മുടെ രേവതി എന്തെന്ന് വെച്ചാൽ രേവതിയുടെ മനസ്സിൽ ഇക്കാര്യം ഇരിക്കുന്നില്ല. എല്ലാം സച്ചിയേട്ടനോട് ഷെയർ ചെയ്യുന്ന രേവതിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇക്കാര്യം സച്ചിയോട് പറയുവാണ്. സച്ചിക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടാവുമെങ്കിലും പിന്നെ സച്ചി ഒന്ന് തണുക്കുവാണ്. കാരണം ദേവു എന്ന് പറയുന്നത് സച്ചിക്ക് സ്വന്തം പെങ്ങളെ പോലെയാണ്. അവളെ കെട്ടിച്ചയക്കുക എന്നുള്ളതാണ് സച്ചിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായിട്ട് സച്ചി കാണുന്നത്. അപ്പോൾ ദേവുവിന് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഒരു കുറച്ച് ടെൻഷൻ ആവുകയാണ്. കാരണം ഏതാളാണ് എങ്ങനത്തെ ആളാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ദേവു എന്നെപ്പോലെയല്ല, അവൾക്ക് നല്ല വിവരവും അറിവും എല്ലാം ഉണ്ട്. അവൾ നല്ലൊരാളെ തന്നെയായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അവളിങ്ങനെ പ്രണയത്തിൽ വീടില്ല സച്ചിയേട്ടാന്നൊക്കെ പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ആളാരാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല സച്ചിയേട്ടാ, അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, സമയമാകുമ്പോൾ പറയാം എന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഏതായാലും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിത് അധിക നാളൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് വീട്ടുകാരായിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി ഇക്കാര്യം ദേവുവിനോട് പോയി പറയുന്നുണ്ട്. ദേവു, നിന്റെ ആളെ എപ്പോഴാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, രേവതി ചേച്ചി അതിന് സമയമാവട്ടെ, ഞാൻ കാണിച്ചു തരാം, 1 വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നാ എൻ്റെ തീരുമാനം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, 1 വർഷം കഴിഞ്ഞിട്ട് മതി, പക്ഷേ ഞങ്ങൾക്ക് ആളെ ആരാണെന്ന് അറിയണ്ടേ. അപ്പോൾ ദേവു കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നതിന് ശേഷം പറയുന്നുണ്ട്, രേവതി ചേച്ചി അന്നാ ഞാൻ അമ്മയില്ലാത്തൊരു സമയത്ത് അരുണിനോട് അമ്പലത്തിലോട്ട് വരാൻ പറയാം, രേവതി ചേച്ചിയും അങ്ങോട്ടേക്ക് വരണം, അമ്മ തൽക്കാലത്തേക്കൊന്നും അറിയണ്ട, നിങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായതിന് ശേഷം മാത്രം എല്ലാം ഓക്കെ ആയതിന് ശേഷം അമ്മയോട് പറയാം എന്നാണ് ദേവു പറയുന്നത്. അപ്പോൾ സച്ചിയേട്ടനോട് ഈ വിവരം രേവതി ചേച്ചി പയ്യെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ ദേവു, ഞാൻ സച്ചിയേട്ടനോട് നേരത്തെ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞിരുന്നു, സച്ചിയേട്ടനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ദേവു പറയുന്നുണ്ട്, ചേച്ചി കൊള്ളാലോ, ഞാൻ സച്ചിയേട്ടനോട് പറയരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനോട് എനിക്ക് അങ്ങനെ ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കില്ല ദേവു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, നീ ഏതായാലും പേടിക്കണ്ട, നീ പറ, സമയവും സന്ദർഭവും നോക്കിയിട്ട് വിളിച്ചാൽ മതി, ഞങ്ങൾ വരാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ഒരു ദിവസം ദേവുവിൻ്റെ അമ്മ ദേവുവിനോടായിട്ട് പറയുന്നുണ്ട്, മോളെ നാളെ എനിക്ക് അമ്പലത്തിൽ വരാൻ വേണ്ടി പറ്റില്ല, നീ ഒന്ന് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ രാവിലെ നിന്നൊന്ന് നോക്കാമോ എന്ന് പറയുമ്പോഴേക്കും ദേവു ഓക്കെ പറയുന്നുണ്ട്. ദേവുവിനും സന്തോഷമാവും, കാരണം ഒരുപാട് ദിവസത്തെ ആഗ്രഹമാണ് അരുണിനെ രേവതിക്കും സച്ചിക്കും മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോഴേക്കും ദേവുവിനത് സന്തോഷമാവുകയാണ്. ദേവു രേവതിയെ നേരെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്, ചേച്ചി നാളെ അമ്മ അമ്പലത്തിൽ ഉണ്ടാവത്തില്ല, അരുണിനോട് ഞാൻ അമ്പലത്തിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും വരണം, നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അരുണിനെ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ആണോ, ഞങ്ങൾ നാളെ വന്നേക്കാം, ഞാൻ സച്ചേട്ടനെ കൂട്ടി രാവിലെ തന്നെ വന്നേക്കാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. അത് സച്ചിയും രേവതിയും ദേവും അരുണും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അരുണ് ദേവുവിൻ്റെ വീട്ടുകാരെ പരിചയപ്പെടാൻ പോകുന്നതിലുള്ള സന്തോഷം, എത്രയും പെട്ടെന്ന് ദേവുമായിട്ടുള്ള കല്യാണം നടക്കണം എന്നാണല്ലോ അരുണിൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അരുണ് പതിവിലും ദേവു പറഞ്ഞ സമയത്തിനേക്കാളും നേരത്തെ തന്നെ മുമ്പ് തന്നെ അമ്പലത്തിലോട്ട് എത്തുവാണ്. അതും വെറുതെ ഒന്നല്ല, നല്ല അടിപൊളി ഷർട്ടൊക്കെ ചെയ്ത് ഇന്നൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് അരുൺ അമ്പലത്തിലോട്ട് വരുന്നത്. അരുണിനെ കാണുന്നതും ദേവു ഞെട്ടിപ്പോവാണ്, ദേവുവിനെ കാണുന്നതും അരുണും ഞെട്ടുന്നുണ്ട്. കാരണം ദേവു നല്ല സാരിയൊക്കെ എടുത്ത് സുന്ദരി കുട്ടിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ട്, ഇതെന്താ നീ സാരിയൊക്കെ? അപ്പോൾ ദേവു പറയുന്നുണ്ട്, പിന്നെ ഇത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വിവാഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പോവല്ലേ, അതും അമ്പലത്തിൽ വെച്ച്, അതുകൊണ്ട് സാരി തന്നെ അങ്ങ് ഉടുക്കാം നോർത്തു എന്ന് പറയുവാണ്. അപ്പോൾ ദേവു പറയുന്നുണ്ട്, അരുണേട്ടനും ഇന്ന് അടിപൊളിയായിട്ടുണ്ട്, ഇതെന്താ കയ്യിലൊരു സഞ്ചിയൊക്കെ ആയിട്ടെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, നിന്റെ വീട്ടുകാരെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവല്ലേ, അപ്പോൾ കുറച്ച് മധുരമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു എന്ന് പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, അരുണേട്ടൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ ആണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ അറിയാലേ, കൊള്ളാം എന്നൊക്കെ ദേവു പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അരുണിന് ചെറിയ ടെൻഷൻ ഉണ്ട്, വീട്ടുകാർക്കൊക്കെ അതായത് സച്ചിക്കും രേവതിക്കും അരുണിനെ ഇഷ്ടാവോ എന്നുള്ളതിന്. അപ്പോൾ ദേവു പറയുന്നുണ്ട്, അരുണേട്ടനെ കണ്ട ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്, ഇഷ്ടമാവും, അരുണേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അവർ വന്നിട്ട് എന്നോട് എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ദേവു സമാധാനിപ്പിക്കുന്നുണ്ട്, എൻ്റെ അരുണേട്ടൻ ഇങ്ങനെ പേടിക്കല്ലേ, സച്ചിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത്തിരി ദേഷ്യക്കാരനാണ്, പക്ഷെ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ സംസാരം നിർത്താൻ പണിയാ, അരുണേട്ടൻ എന്തായാലും അവരെ ഇഷ്ടപ്പെടും, അവർക്ക് എന്തായാലും അരുണേട്ടനെയും ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുവാണ്. ദേവും സച്ചിയാണെങ്കിലോ വന്നുകൊണ്ടിരിക്കുവാണ് വീട്ടിൽ നിന്നും. സച്ചിയാണെങ്കിൽ ഭയങ്കര ഒരു ത്രില്ലിലാണ്, കാരണം ദേവുവിൻ്റെ ചെക്കനെ കാണാൻ വേണ്ടി പോവാണല്ലോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി നമുക്കങ്ങനെ വെറുതെ
വെറും കൈയോടെ പോകണ്ട, എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ടും പോകാമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സച്ചിയേട്ടാ, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തിയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അരുണിന് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് വിളിച്ച് ചോദിക്കാനും പറയുന്നുണ്ട് ദേവുവിനോട്. അപ്പോൾ അതൊക്കെ ദേവുവിനോട് വിളിച്ച് ചോദിച്ചിട്ട് സച്ചിനോട് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സച്ചി അത് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ അയാൾക്ക് ഇഷ്ടമുള്ള ടൈപ്പൊക്കെ മേടിച്ചുകൊണ്ടും പോവാണ്. സച്ചിയുടെ വെപ്രാളം കാണുമ്പോൾ രേവതിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം തൻ്റെ സച്ചിയേട്ടൻ തൻ്റെ അനിയത്തീനെ കെട്ടാൻ പോകുന്ന ഒരാളെ കാണാൻ പോകുമ്പോഴേക്കും ഇത്രയ്ക്ക് സന്തോഷം ആവേശം കാണിക്കുന്നത് കാണുമ്പോൾ രേവതിയുടെ കണ്ണൊക്കെ നിറയുവാണ്. ഫ്രൂട്ട്സ് മാത്രമല്ല, സ്വീറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ സച്ചി മേടിക്കുന്നുണ്ട് ഈ ദേവുവിൻ്റെ ചെക്കനെ കാണാൻ വേണ്ടി പോകുമ്പോൾ. അത് അരുണാണെന്ന് സച്ചിക്കോ രേവതിക്കോ ഒന്നും അറിയില്ലല്ലോ. ദേവുവിൻ്റെ ചെക്കൻ അത്രയും മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഭയങ്കര ത്രില്ലിൽ അവർ കാറി പോവാണ്. അപ്പോൾ സച്ചി രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി നമ്മളെയൊക്കെ അവർക്ക് ഇഷ്ടമാവോ, നമ്മളെയല്ല എന്നെ അയാൾക്ക് ഇഷ്ടമാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതെന്താ സച്ചിയേട്ടാ അങ്ങനെ ചോദിച്ചത്? അല്ല, എനിക്കങ്ങനെ പഠിപ്പോ വിവരോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലല്ലോ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അങ്ങനെ അതൊക്കെ നോക്കിയിട്ടാണോ ഒരാളെ ഇഷ്ടപ്പെടുന്നത്? പഠിപ്പും വിവരവും ഇല്ലെന്ന് ആര് പറഞ്ഞു? സച്ചിയേട്ടൻ അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടില്ലേ? സച്ചിയേട്ടന് നല്ല വിവരമുണ്ട്, സച്ചിയേട്ടനെ ആർക്കായാലും ഇഷ്ടപ്പെടും. സച്ചിയേട്ടൻ അങ്ങനത്തെ ഒരു അപകർഷതാബോധമൊന്നും മനസ്സിൽ വെക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാലും എനിക്ക് എന്തൊരു ടെൻഷൻ പോലെ എന്ന് പറയുമ്പോൾ സച്ചിയെ രേവതിയും സമാധാനിപ്പിക്കുന്നുണ്ട്. ദേവുവിനോട് ഇങ്ങനെ രേവതി വിളിച്ചിട്ട് അരുൺ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും അരുണും ഭയങ്കര സന്തോഷമാവാണ്. അരുൺ പറയുന്നുണ്ട്, ഓ നിന്റെ ചേട്ടനാൾ കൊള്ളാലോ, കല്യാണത്തിനേക്കുള്ള സ്വീറ്റ്സ് പോലെയാണല്ലോ ഇപ്പോഴേ മേടിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഊഹിച്ചൂടെ സച്ചേട്ടൻ രേവതി ചേച്ചി എങ്ങനെയായിരിക്കും നോക്കുന്നതെന്ന്, ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞാനും നിന്നെ എങ്ങനെയാണ് നോക്കാൻ പോകുന്നതെന്ന് കല്യാണം കഴിഞ്ഞിട്ട് കണ്ടോ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ്. അങ്ങനെ ദേവും അരുണും കൂടി അവരുടെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇതേ ടൈമിലാണ് സച്ചിയും രേവതിയും കൂടി അമ്പലത്തിലോട്ട് എത്തുന്നത്. അമ്പലത്തിലോട്ട് എത്തുമ്പോഴേക്കും രേവതി, അയ്യോ ഞാൻ ദേവുവിന് പൂ മേടിച്ചില്ലല്ലോ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ അകത്തോട്ട് ചെല്ലും, ഞാൻ പൂ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്താ രേവതി ഇത്, വീട്ടിലൊരു പൂ കട തന്നെ വെച്ചിട്ടാണോ നീ പൂ മേടിക്കാൻ കടയിൽ പോകുന്നത്? ശരി ശരി പോയി മേടിച്ചിട്ട് വാ, ഞാൻ അപ്പോഴേക്കും അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ നിൽക്കാമെന്ന് പറയുവാണ്. അപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് ദേവുവിനെയും അരുണിനെയാണ്. അരുൺ അപ്പോഴേക്കും ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ ദേവുവിനോട്, ദേവു ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അരുൺ മാറി നിന്ന് സംസാരിക്കുവാണ്. അപ്പോൾ ഈ അരുൺ മാറി നിന്ന് സംസാരിക്കുമ്പോഴേക്കും അകത്ത് നിൽക്കുന്ന സച്ചി, അതായത് സച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിലോട്ട് കയറിയല്ലോ, ഈ അരുണിനെ കാണുവാണ്. അരുണിനെ കാണുന്നതും സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം കയറി വരുവാണ്. അരുണും അതേപോലെ തന്നെ സച്ചിയെ കാണുമ്പോൾ ദേഷ്യം കയറുവാണ്. ആ നല്ല മൂടൊക്കെ അങ്ങോട്ട് പോവാണ്. ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സച്ചിക്ക് ഈ ദേഷ്യം കയറി വരുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. എന്നിട്ട് അരുൺ ദേഷ്യം വന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ശേ ഒരു നല്ല കാര്യത്തിന് വന്നപ്പോഴേക്കും ഇവൻ്റെ മുഖമാണല്ലോ കാണേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ദേഷ്യം കയറി ഇങ്ങനെ അരിശം പിടിച്ച് നിൽക്കുവാണ്. അരുൺ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് ദേവുവിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ അരുണിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ദേവുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തു പറ്റി അരുണേട്ടാ, മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അവൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് പറയുവാണ്. അപ്പോൾ ദേവു ചോദിക്കും, ആര്? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുത്തൻ, ഞാൻ എവിടെ പോയാലും അവനെ കാണാറുണ്ട്, എനിക്കവനെ കാണുന്നത് തന്നെ ദേഷ്യമാണെന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, അമ്പലമാകുമ്പോൾ ഒരുപാട് പേര് വരുമല്ലോ, അതൊക്കെ വീട് അരുണേട്ടൻ, എൻ്റെ ചേട്ടനും ചേച്ചിയും വരുമ്പോഴേക്കും നമുക്ക് വല്ല ഹോട്ടലിൽ പോയിരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുവാണ്. സച്ചി അവിടെ അരിശം പിടിച്ചിരിക്കുന്ന ടൈമിൽ രേവതി പൂ മേടിച്ചിട്ട് വരുവാണേ. സച്ചിയുടെ മുഖം കാണുമ്പോൾ തന്നെ രേവതിക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. സച്ചിയേട്ടാ ഇതെന്തു പറ്റി, എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്, ദേവുവിനെ കണ്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം, ദേവുവിനെ വിളിച്ചിട്ട് വല്ല വേറെ ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ വല്ല റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും പോവാം, ഈ അമ്പലം വേണ്ടാന്ന് പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, എന്ത് പറ്റി സച്ചിയേട്ടാ, എന്താ കാര്യം എന്ന് പറയാമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ പോലീസുകാരൻ ഇവിടെയും വന്നിട്ടുണ്ട്, ആ അരുണ്, അവനെ കണ്ട എനിക്ക് ദേഷ്യ രേവതി, നമുക്ക് പോവാം, നീ അവളെ വിളിച്ച് കാര്യം പറയാന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇവിടം വരെ വന്നില്ലേ, നമുക്ക് ആദ്യം അവരെ പോയി കാണാം, സച്ചിയേട്ടൻ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിൻ്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവാണ് ദേവു ഉള്ളിടത്തോട്ട്. അരുൺ അപ്പോൾ ഒരു തൂണിൻ്റെ മറവിൽ നിന്ന് ദേവുവിനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കുവേ. അപ്പോൾ രേവതി ദേവുവിനെ കാണുന്നുണ്ട്. സച്ചേട്ടാ ദേവു അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും ദേവു എന്ന് വിളിക്കുമ്പോഴേക്കും ദേവു രേവതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്തോട്ട് പോവാണേ. അപ്പോഴേക്കും ഇവരിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, അരുണേട്ടാ ഇതാണ് എൻ്റെ ചേട്ടനും ചേച്ചിയും, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അരുണിനെ വിളിക്കുവാണ്. അരുൺ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്നും ദേവുവിൻ്റെ അടുത്തോട്ട് നടന്നു വരുവാണ്. നടന്നു വരുമ്പോൾ കാണുന്നത് ഈ സച്ചിനെയും രേവതിയാണ്.
ഷോക്കിലാണ്. ഇവർക്ക് സച്ചിക്കും രേവതിക്കും ആവട്ടെ അരുണിനെ കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ ഷോക്കാവുകയാണ്. അവർ 3 പേരും പരസ്പരം ദേഷ്യത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. സച്ചി മേടിച്ച ആ ഫ്രൂട്ട്സ് ഒക്കെ കയ്യിൽ നിന്നും വിട്ട് താഴോട്ട് വീഴുവാണ്. കാരണം അറിയാലോ, സച്ചിക്ക് അത്രയ്ക്ക് ദേഷ്യമാണ് അരുണിനോട്. അരുണിനും അതുപോലെ തന്നെ സച്ചിനെ കാണുന്നതേ ദേഷ്യമാണ്. അപ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇതാ അരുണേട്ടൻ, ഞാൻ സ്നേഹിക്കുന്ന ആള്. സച്ചിയേട്ടനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. പോലീസിലാണ്, കോൺസ്റ്റബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അരുണേട്ട ഇതാ എൻ്റെ ചേട്ടനും ചേച്ചിയും. ഞാൻ എപ്പോഴും പറയാറില്ലേ, അരുണേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ ഇവരെ കാണണമെന്ന്. ഇതേ കണ്ടോളൂ. സച്ചിയേട്ടൻ എന്ന് പറഞ്ഞാൽ സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്തത്തേയില്ല. അത്രയ്ക്ക് തമാശക്കാരനും കൂടിയാണെന്നൊക്കെ പറഞ്ഞ് സച്ചിനെ ഭയങ്കര കാര്യമായിട്ട് ദേവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അരുൺ ഇതൊന്നും കേൾക്കാതെ ഇങ്ങനെ ദേഷ്യത്തിൽ കലിപ്പിൽ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് സച്ചിയെ. ദേവുവിന് ഇവർ തമ്മിലുള്ള ദേഷ്യങ്ങളൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദേവു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. രേവതിനോടായിട്ട് പറയുന്നുണ്ട്, ചേച്ചി നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. ഇവിടെ ഈ അരുണേട്ടൻ ഇഷ്ടമല്ലാത്ത ഏതോ ഒരാൾ വന്നിട്ടുണ്ട്. ഭയങ്കര റൗഡിയാണ്, എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകാൻ രേവതി ചേച്ചി എന്ന് പറയുവാണ്. രേവതി ഇതൊന്നും ശ്രദ്ധിക്കാതെ അരുണിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. സച്ചി ദേവുവിനെ എന്നിങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുമ്പോഴേക്കും ദേവു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ രേവതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. അതുകൊണ്ട് തന്നെ ദേവുവിൻ്റെ സന്തോഷം കാണുമ്പോൾ സച്ചി അവിടെ വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അവിടെ നിന്നും പോവാണ് സച്ചിയൊന്നും മിണ്ടാതെ. അപ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്താ സച്ചിയേട്ടൻ ഒന്നും മിണ്ടാതെ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ദേവു നീ പറഞ്ഞില്ലേ ഇയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു റൗഡി ഇവിടെ വന്നിട്ടുണ്ടെന്ന്, ആ റൗഡി സച്ചിയേട്ടനാന്ന് പറഞ്ഞിട്ട് മേടിച്ച ഒരു സഞ്ചി സ്വീറ്റ്സിൻ്റെ കിറ്റ് ദേവുവിൻ്റെ കയ്യിൽ വെച്ചിട്ട് രേവതിയും അവിടെ നിന്ന് പോവാണ്. സച്ചി ദേഷ്യത്തിൽ അമ്പലത്തിൻ്റെ വെളിയിൽ ഇറങ്ങി കാർ ഇട്ടെടുത്ത് പോയി നിൽക്കുവാണേ. എന്നിട്ട് രേവതിനോടായിട്ട് പറയുന്നുണ്ട്, രേവതിയും പുറകിൽ വരുന്നുണ്ട് സച്ചിയുടെ കൂടെ. അപ്പോൾ രേവതിൻ്റെ അടുത്ത് അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. രേവതി ഇതൊന്നും ശരിയാവില്ല രേവതി, ദേവു ഏതൊരു നല്ല പയ്യനായിരിക്കും ഞാൻ സ്നേഹിച്ചതെന്നാ കരുതിയത്. ഇവനെ പോയാണോ ദേവു സ്നേഹിച്ചത്? ഈ നാട്ടിലെന്താ വേറെ ആമ്പിള്ളേരില്ലേന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ബഹളം വെക്കുവാണ്. രേവതി സച്ചിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. സച്ചിയേട്ടാ ഒന്ന് വെറുതെ ഏരി, എനിക്കൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അവളോടൊന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്ത് ചോദിച്ച് മനസ്സിലാക്കാൻ? ഒന്നും മനസ്സിലാക്കാനില്ല. ഈ വിവാഹം നടക്കില്ല രേവതി. ഇവനെയൊക്കെ കെട്ടിച്ചു കൊടുത്താൽ അവളുടെ ജീവിതം തന്നെ പോവും. നമ്മുടെ കുടുംബത്തിൽ കയറി നിൽക്കാൻ നോക്കുന്നല്ലേ, താമസിക്കാൻ നോക്കുന്നു അവൻ. ഇതൊന്നും നടക്കത്തില്ല, ഈ കല്യാണം തന്നെ നടക്കത്തില്ല, അവളോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് സച്ചി കാറിൻ്റെ ഉള്ളിൽ കയറുവാണ് ദേഷ്യത്തിൽ. എന്നിട്ട് രേവതിയെ കൂട്ടാതെ സച്ചി കാറിൽ കയറി ദേഷ്യത്തിൽ പോവാണ്. രേവതി ഡോറിലിട്ട് കൊട്ടുമ്പോഴൊന്നും സച്ചി തുറക്കുന്നില്ല. സച്ചി അങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകുമ്പോഴേക്കും രേവതി ആ അമ്പലവാതുക്കൽ തന്നെ അങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ദേവുവിനെയും അരുണിനെയാണ്. അവിടെയും അരുൺ ഭയങ്കര ദേഷ്യത്തിലാണ്. ദേവുവിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാണോ നിന്റെ ചേട്ടൻ? അപ്പോൾ ദേവു പയ്യെ തല ആട്ടുന്നുണ്ട്. അപ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അയാൾ കാരണമാണ് എനിക്ക് 2 പ്രാവശ്യം സസ്പെൻഷൻ കിട്ടിയതെന്ന് പറയുവാണ്. ദേവു ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ അരുണിനെ നോക്കുവാണ്. അപ്പോഴേക്കും രേവതി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട്, ദേവു ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ദേവുവിൻ്റെ കൈ പിടിച്ച് വലിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അരുൺ ഒന്നും മിണ്ടാതെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ ദേഷ്യത്തിൽ കാർ എടുത്ത് പോയത് വേറെ എങ്ങോട്ടേക്കും അല്ല, രേവതിയുടെ വീട്ടിലോട്ടാണ്. അവിടെ ആ സമയത്ത് രേവതിയുടെ അമ്മയും ശരത്തും ഉണ്ടാവേ. സച്ചി ദേഷ്യത്തിൽ അകത്തോട്ട് കയറിയിട്ട് അങ്ങനെ കലിപ്പം പിടിച്ച് നിൽക്കുമ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോനെ, നിന്റെ മുഖമൊന്നും ശരിയല്ലല്ലോ, രേവതിയായിട്ട് വഴക്കടിച്ചോന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഹേ അതൊന്നും ഇല്ലമ്മേ, ഇത് വേറൊരു വിഷയമാണ്, ഇതൊന്നും ശരിയാവില്ല അമ്മേ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോനെ, നീ എന്താ ഈ പറയുന്നത്? അമ്മേ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്ന് പറയാൻ കാരണം ഇതധികം വളരാൻ അനുവദിച്ചുകൂടാന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശരത്തും അമ്മ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. കാര്യം എന്താന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേവുവിന് ഒരാളെ ഇഷ്ടമാണെന്ന് പറയുവാണ്. അപ്പോൾ അമ്മക്കും ശരത്തിനും അത് ഭയങ്കര ഷോക്കാവുകയാണ്. ദേവുവിനോ, അവള് അങ്ങനത്തെ ഒരു പെണ്ണല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതേ അമ്മേ അങ്ങനത്തെ ഒരു പെണ്ണല്ല, ദേവു നല്ല കുട്ടിയാണ്, പ്രണയിക്കുന്നതൊന്നും തെറ്റല്ല, പക്ഷെ ആരെ പ്രണയിക്കുന്നു എന്നതിലാണ് കുഴപ്പമിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അവളുടെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി വീണ്ടും സമാധാനിപ്പിക്കുന്നുണ്ട്, അമ്മേ ഞാൻ പറഞ്ഞില്ലേ പ്രണയിക്കുന്നത് തെറ്റല്ല, പക്ഷേ അവൾ തിരഞ്ഞെടുത്ത ആള് അയാൾ അഹങ്കാരം തലക്ക് പിടിച്ച ഒരുത്തനാ, ഭ്രാന്ത് പിടിച്ച ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. അപ്പോൾ ആളാരാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന ആ പോലീസ് കോൺസ്റ്റബിളില്ലേ അരുൺ, അയാളാന്ന് പറയുവാണ്.
അപ്പോൾ ശരത്തും അമ്മ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അയാൾ ഞാൻ പറഞ്ഞില്ലേ അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുക, ഭ്രാന്തനാ അവൻ, അധികാരത്തിന്റെ പവറൊക്കെ കാണിക്കുന്നത് അവൻ പാവങ്ങളോടാ, മനസ്സിൻ്റെ ഉള്ളിൽ ദേഷ്യം വെച്ച് അവൻ അത് പെരുമാറി തീർക്കും. എത്ര നാൾ കഴിഞ്ഞാലും അവൻ്റെ ആ ദേഷ്യം മാറില്ല. എങ്ങനെയൊക്കെ ആ ദേഷ്യം തീർക്കാമോ അങ്ങനെയൊക്കെ തീർക്കും. ദേവുവിനെ അവൻ നല്ലതുപോലെ നോക്കില്ല. അവനോടുള്ള ജീവിതം ദേവുവിന് ദുഃഖമായിരിക്കും കൊടുക്കുന്നതെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇനി ചിലപ്പോൾ ദേവു അങ്ങനെ തെറ്റായിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കില്ലല്ലോ, അയാളൊരു നല്ലവനാണെങ്കിലോ എന്ന് ശരത്ത് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നിനക്കെന്താണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അയാൾ നല്ലവനൊന്നും അല്ല, എനിക്ക് അയാളുടെ സ്വഭാവം നല്ലതുപോലെ അറിയാമെന്ന് സച്ചി ദേഷ്യപ്പെടുവാണ് ശരത്തിനോട്. ദേവുവിന് ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് അമ്മക്കറിയാലോ, എൻ്റെ സ്വന്തം പെങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ അവളെയും കാണുന്നതെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, എനിക്കറിയാം മോനെ, അവൾക്ക് ദോഷം വരുന്നതൊന്നും മോൻ ചെയ്യത്തില്ല എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അവൾക്ക് വേറെ നല്ല പയ്യനെ ഞാൻ കണ്ടെത്തി കൊടുക്കും അമ്മേ, ഇയാൾ വേണ്ട അമ്മേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് സച്ചി അപേക്ഷിക്കുവാണ് അമ്മയോട്. ദേവു വരുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അയാൾ വേണ്ട അമ്മേ, ആ അരുൺ വേണ്ട, അവൾക്ക് നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിച്ചു തരും, ഈ സച്ചി കണ്ടുപിടിച്ചു തരും, അവൾ പഠിച്ചിട്ടുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല അടിപൊളി പയ്യനെ തന്നെ കിട്ടും അമ്മേ, അമ്മ വിഷമിക്കണ്ട, ഞാൻ നോക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോവാണ്. ദേവുവിനെയും കൂട്ടി നമ്മുടെ രേവതി സച്ചി പോകുമ്പോഴേക്കും വീട്ടിലോട്ട് വരുവാണ്. ദേവുവിനെ കാണുന്നതും ദേഷ്യം കയറിയ അമ്മ കുറേ ഇട്ട് തല്ലുന്നൊക്കെയുണ്ട്. അപ്പോൾ രേവതി പിടിച്ചു മാറ്റും. എന്താ അമ്മേ, എന്തിനാ അവളെ തല്ലുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഇതിനാണോ ഇവള് ജോലിക്ക് പോകുന്നത്, കഷ്ടപ്പെട്ട് ഞാൻ ഇവളെ പഠിപ്പിച്ചതൊക്കെ ഇതിനാണോ, നാണക്കേടും ചീത്തപ്പേരും ഉണ്ടാക്കി വെച്ചല്ലോടി എന്നൊക്കെ പറഞ്ഞ് അമ്മ കരയുമ്പോഴേക്കും രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവേ. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, സച്ചേട്ടൻ ഇപ്പം ഇവിടെ വന്നായിരുന്നു, നടന്നതൊക്കെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഞാൻ നല്ലതുപോലെ വളർത്താത്തത് കൊണ്ടല്ലേ ഇവളൊക്കെ ഇങ്ങനെ ആയിപ്പോയതെന്ന് നാട്ടുകാരറിഞ്ഞാൽ പറയില്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ട് ദേവുവിനെ വീണ്ടും വീണ്ടും തല്ലുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി സമാധാനിപ്പിക്കുന്നുണ്ട്, അമ്മേ അമ്മ ഒന്ന് സമാധാനപ്പെട്, അവൾ പ്രണയിക്കുന്നതൊന്നും തെറ്റൊന്നുമല്ലല്ലോ, നല്ലൊരാളെ തന്നെയാണ് അവൾ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, നല്ലൊരാളോ, സച്ചി ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു സച്ചിയായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ആ പോലീസുകാരനെയാണ് ഇവൾ പ്രണയിക്കുന്നതെന്ന്, അതൊന്നും നടക്കില്ല മോളെ, സച്ചിക്ക് അയാളെ ഇഷ്ടമല്ല, ഇത് വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ സച്ചിയേട്ടൻ അയാളൊരു മോശക്കാരനായിരിക്കാം, പക്ഷേ ദേവുവിന് അതൊരു നല്ല ഒരാളാണ്, നല്ലവനായിരിക്കും അമ്മേ, അത് നമുക്ക് പറഞ്ഞ് പയ്യെ സംസാരിക്കാം, ദേവു ഇഷ്ടപ്പെട്ടു പോയില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടട്ടെ, അത് മാറ്റാനും അധികം സമയമൊന്നും വേണ്ടല്ലോ, സച്ചി നല്ലൊരാളെ തന്നെ നോക്കി കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സച്ചി കണ്ടുപിടിക്കുന്ന ഒരാൾ മതി ഇവൾക്ക് ഭർത്താവായിട്ട്, സച്ചി ഏതായാലും ഇവൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ദേവു വീണ്ടും പറയുന്നുണ്ട്, അരുണേട്ടൻ നല്ലവനാമ്മയെന്ന് പറയുമ്പോഴേക്കും അമ്മ വീണ്ടും ദേവുവിനിട്ട് ഒരുപാട് തല്ലുന്നുണ്ട്. അപ്പോഴേക്കും രേവതി അമ്മ അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ദേവുവിനായിട്ട് മുറി പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കണ്ട, മനസ്സൊന്ന് ശാന്തമാവട്ടെ, മനസ്സിങ്ങനെ ഇതായിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല, കല്യാണം എന്ന് പറയുന്നത് രണ്ട് കുടുംബത്തെ തമ്മിൽ ഒന്നിച്ച് ചേർക്കുന്നത് അല്ലാതെ പിരിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായി കഴിയുമ്പോഴേക്കും ഒരു തീരുമാനം ഉണ്ടാക്കാം, നീ എടുത്തു ചാടിയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കുന്നുണ്ട്. ദേവുവാണെങ്കിൽ രേവതിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. രേവതി വീട്ടിൽ പോയി കഴിയുമ്പോഴേക്കും സച്ചിനായിട്ട് അതിൻ്റെ അപ്പുറത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുവാണ്. അങ്ങനെ സച്ചിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെയാണ് ദേവു സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ നിയന്ത്രണമൊക്കെ വിട്ടുപോയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ദേവുവിനൊരു നല്ല പയ്യനെ നോക്കി കെട്ടിക്കാനാണ് സച്ചിയുടെ തീരുമാനം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ദേവു ഇനി നമ്മുടെ അരുണിനെ കെട്ടുമോ അതോ വേറെ സച്ചി പറയുന്ന ആരെങ്കിലും കെട്ടുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അരുൺ രേവതിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉടനെ വരാൻ പോകുന്നുണ്ട്. ഇതൊന്നും സച്ചിക്ക് ഇഷ്ടപ്പെടാതെ ഉള്ള എപ്പിസോഡും ഭാഗങ്ങളും വരുന്നുണ്ട്. അരുൺ രേവതിയെ കാണാൻ വരുന്നത് അറിഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.